പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, നമ്മൾ കഴിഞ്ഞ സന്ദേശത്തിൽ ശരിയായൊരു പ്രവാചകനെ എങ്ങനെ തിരിച്ചറിയാം എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിച്ചു. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് വ്യാജ പ്രവാചകൻ്റെയും വ്യാജ പുരോഹിതന്മാരുടെയും സ്വഭാവ രീതികളെക്കുറിച്ചാണ്. ബൈബിളുള്ള വാക്കിലൂടെയാണ് നമ്മൾ കടന്നു പോവുക. പഴയ നിയമ ഗ്രന്ഥങ്ങളിലും പുതിയ നിയമത്തിലുമൊക്കെ നമ്മൾ ഈ മേഖല കാണുന്നുണ്ട്. അതുകൊണ്ട് ഇത് കേൾക്കുമ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ നമ്മളെ തന്നെ പരിശോധിക്കാനായിരിക്കണം ഇത് ഉപയോഗപ്പെടുത്തേണ്ടത്. ഇത് ഇന്നയാളെക്കുറിച്ച് പറയുന്നതാണോ, അവരെക്കുറിച്ച് പറയുന്നതാണോ, ഇവരെക്കുറിച്ച് പറയുന്നതാണോ എന്നുള്ളതല്ല. കാരണം ബൈബിൾ നമ്മൾ കാണാൻ പറ്റും. ഈശോ സുവിശേഷം പറഞ്ഞു പോയപ്പോൾ, വചനം പറഞ്ഞു പോയപ്പോൾ, പിതാവിൻ്റെ ഹിതം പറഞ്ഞപ്പം അപ്പസ്തോലന്മാർ വന്ന് പറയുന്നൊരു കാര്യമുണ്ട്. ഫരീസയർക്ക് ഇടർച്ച തോന്നുന്നുണ്ടെന്ന്. സത്യത്തിൽ ഫരീസയർക്കല്ല ഇടർച്ച തോന്നിയത്, ശിഷ്യന്മാർക്കായിരുന്നു. പക്ഷെ അത് ഫരീസയരെ തലയെ കൊണ്ട് വെച്ചതാണ്. അപ്പോൾ ഈശോ തിരിച്ചൊരു വാക്ക് പറയുന്നുണ്ട്, എന്നിൽ ഇടർച്ച തോന്നാത്തവൻ ഭാഗ്യവാൻ. കാരണം ഈശോയ്ക്ക് അത് വ്യക്തമായിട്ട് അറിയാമായിരുന്നു. അപ്പം അതുകൊണ്ട് നമുക്ക് നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കാനും നമുക്ക് നമ്മുടെ ജീവിതത്തിലെ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി ഒരുങ്ങുമ്പോൾ ഈ കാലഘട്ടങ്ങളിൽ ഇതുപോലത്തെ ഏതെങ്കിലും മേഖലകൾ നമ്മുടെ സമൂഹത്തിലുണ്ടെങ്കിൽ അവ മാറുവാൻ വേണ്ടി അവരോട് പറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാൻ വേണ്ടി കൂടിയാണ്. എന്നാൽ ഇത് ആദിമ കാലം മുതൽ തന്നെ ഉണ്ട് എന്നുള്ളത് വെളിപ്പെടുന്ന ദൈവവചനത്തിലൂടെയാണ് നമ്മൾ കടന്നു പോവുക. അപ്പോൾ അതുകൊണ്ട് വ്യാജ പ്രവാചകൻ്റെയും വ്യാജ പുരോഹിതന്മാരുടെയും സ്വഭാവ രീതികളെക്കുറിച്ച് പറയുന്നുണ്ട്. ജെറമ്യ പ്രവചന പുസ്തകം 8-ാം അധ്യായം 10 മുതലുള്ള തിരുവചനം. അവരുടെ ഭാര്യമാരെ ഞാൻ അന്യർക്ക് കൊടുക്കും, അവരുടെ നിലങ്ങൾ കവർച്ചക്കാരെ ഏൽപ്പിക്കും. എന്തെന്നാൽ വലിയവനും ചെറിയവനും ഒന്നുപോലെ അന്യായ ലാഭത്തിൽ ആർത്തി പൂണ്ടിരിക്കുന്നു. പ്രവാചകനും പുരോഹിതനും കപടമായി പെരുമാറുന്നു. ഇപ്പം കർത്താവിൻ്റെ പേരിലാണ് ഇവർ ഇറങ്ങിയത്. പക്ഷെ എന്തു പറ്റി? ഇവർ കപടമായി പെരുമാറുന്നു. അതോടൊപ്പം തന്നെ അന്യായമായ ലാഭം മാത്രമല്ല, അന്യായ ലാഭത്തിൽ ആർത്തി പൂണ്ടിരിക്കുകയാണ്. സമ്പത്തിനോട് എന്ത് കാര്യം ചെയ്താലും പണം വേണം എന്നൊരു ചിന്ത. എന്ത് കാര്യം ചെയ്താലും ആരുടെയാണ്? ഈ പ്രവാചകൻ്റെയും പുരോഹിതൻ്റെയും വ്യാജപ്രവാചകൻ്റെയും പുരോഹിതന്മാരുടെയും പ്രവൃത്തിയുടെ ഒരു പ്രത്യേകതയായിരുന്നു, അവരെന്ത് ചെയ്താലും എന്ത് പരിപാടി ഇട്ടാലും അതിനകത്ത് പണം കൊണ്ടുവയ്ക്കും. അതിനൊരു പ്രത്യേക രീതി അതിനകത്തുണ്ട്. അപ്പോൾ അതുകൊണ്ട് അന്യായ ലാഭത്തിൽ ആർത്തി പൂണ്ടിരിക്കുകയാണ്. ഇനി അശ്രദ്ധമായിട്ടാണ് എൻ്റെ ജനത്തിൻ്റെ മുറിവുകൾ അവർ വെച്ച് കെട്ടുന്നത്. കണ്ടോ, അശ്രദ്ധമായിട്ട്. സമാധാനമില്ലാതിരിക്കെ സമാധാനം എന്നവർ പറയുന്നു. സമാധാനമില്ല, പക്ഷെ എന്നിട്ട് കബളിപ്പിച്ച് സമാധാനം എന്നവർ പറയുന്നു. മ്ലേച്ഛത പ്രവർത്തിച്ചപ്പോൾ അവർക്ക് ലജ്ജ തോന്നിയോ? ഇല്ല, ഒട്ടുമില്ല. ലജ്ജ എന്തെന്ന് അവർ മറന്നുപോയി. അതുകൊണ്ട് മറ്റുള്ളവരെ പോലെ അവരും വീണു പോകും. ഞാൻ വിധിക്കാൻ വരുന്ന ദിവസം അവർ നാശമടയും, കർത്താവ് അരുളി ചെയ്യുന്നു. അതുകൊണ്ട് നിരവധി വ്യാജപ്രവാചകന്മാർ, വ്യാജ പുരോഹിതർ വീഴുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്തുകൊണ്ട് അവർ വീഴുന്നു? ഒന്നാമത്തെ കാര്യം, അവർ അന്യായ ലാഭത്തിലാണ് ആർത്തി പൂണ്ടിരിക്കുന്നു. മറ്റൊന്ന്, ചെയ്യുന്ന ഒരു കാര്യത്തെക്കുറിച്ച് അവർക്ക് ലജ്ജയില്ല, ഒരു ലജ്ജയുമില്ല. അതുകൊണ്ട് അവർ അപ്രകാരം മുന്നോട്ട് പോകുന്നു. ജെറമ്യ പ്രവചനം 6-ാം അധ്യായം 13 അവിടെ പറയുകയാണ്, നിസ്സാരന്മാർ മുതൽ മഹാന്മാർ വരെ എല്ലാവരും അന്യായ ലാഭത്തിൽ ആർത്തി പൂണ്ടിരിക്കുകയാണ്. പ്രവാചകനും പുരോഹിതനും ഒന്നുപോലെ കപടമായി പെരുമാറുന്നു. അവർ അശ്രദ്ധമായി, നേരത്തെ പറഞ്ഞത് തന്നെ വീണ്ടും ആവർത്തിക്കുന്നുണ്ട് അവിടെ, അശ്രദ്ധമായിട്ടാണ് എൻ്റെ ജനത്തിൻ്റെ മുറിവുകൾ വെച്ച് കെട്ടുന്നത്. സമാധാനമില്ലാതിരിക്കുക സമാധാനം എന്നവർ പറയുന്നു. ഹീനകൃത്യങ്ങൾ പ്രവർത്തിച്ചപ്പോൾ അവർക്ക് ലജ്ജ തോന്നിയോ? ഇല്ല, തെല്ലും തോന്നിയില്ല. ലജ്ജിക്കാൻ അവർക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് മറ്റുള്ളവരെ പോലെ അവരും വീണു പോകും. ഞാൻ അവരെ ശിക്ഷിക്കുമ്പോൾ അവർ നിലം പതിക്കും. നേരത്തെ പറഞ്ഞത് നാശമടയും, ഇവിടെ പറയുകയാണ് നിലം പതിക്കും. മറ്റൊന്ന്, അവരുടെ ആ രീതി അല്ലെങ്കിൽ അവരുടെ സ്ഥാനം പോലും മറന്ന് അവർ വീഞ്ഞു കുടിച്ചു മതിക്കും എന്ന് പറയുകയാണ്. യെശയ്യാ പ്രവചന പുസ്തകം 28:7 അവിടെ പറയുകയാണ്, വ്യാജ പ്രവാചകൻ്റെയും വ്യാജ പുരോഹിതൻ്റെയും വ്യാജ ശുശ്രൂഷകൻ്റെയൊക്കെ സ്വഭാവ രീതി എന്തായിരിക്കും?
അവർ പ്രസംഗപീഠത്തിൽ, അല്ലെങ്കിൽ അവർ ദൈവാലയത്തിൽ, അവർ പ്രാർത്ഥനാ കേന്ദ്രത്തിൽ വളരെ മാന്യരായിരിക്കാം. പക്ഷേ അവർ ലൈഫിലേക്ക് വരുമ്പോൾ, അവരുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ, ഒന്നുകിൽ അവരെ മുറിക്കുള്ളിലായിരിക്കാം, താമസ സ്ഥലത്തായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ഭവനത്തിലായിരിക്കാം, അവരെന്ത് ചെയ്യുന്നു? പുരോഹിതന്മാരും പ്രവാചകന്മാരും പോലും വീഞ്ഞു കുടിച്ച് മതിക്കുന്നു. ലഹരി പിടിച്ച് ആടി ഉലയുന്നു. വീഞ്ഞ് അവരെ വഴിതെറ്റിക്കുന്നു. അവർക്ക് ദർശനങ്ങൾ തെറ്റുപറ്റുന്നു. ന്യായവിധിയിൽ കാലിടറുന്നു. എന്നുവെച്ചാൽ ന്യായമായ വിധിയില്ല. പണം കൊടുക്കുന്നവരെ കൂടെ നിൽക്കും. ദർശനങ്ങൾ തെറ്റുപറ്റുന്നു. അവർ പറയുന്ന പല കാര്യങ്ങളിലും മനുഷ്യനെ കൊണ്ട് വഴിതെറ്റിക്കത്ത രീതിയിലുള്ള സംസാരത്തിലേക്ക് വരുന്നു. ചതിക്കുന്ന സംസാരത്തിലേക്ക് വരുന്നു. ചില ഇടപാടുകൾ. പ്രിയമുള്ളവരെ, ആത്മീയ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം കർത്താവ് പറയുന്നത് പോലെ മാത്രം പോകാൻ വിളിക്കപ്പെട്ടവനാണ്. ദൈവം അതിനനുസരിക്കാൻ വിളിക്കപ്പെട്ടതാണ്. വീഞ്ഞ് വഴിതെറ്റിച്ചത് കൊണ്ട് എന്തു പറ്റും? എല്ലാ ദർശനങ്ങളിൽ വഴിതെറ്റുന്നു, ന്യായവിധിയിൽ കാലിടറുന്നു. ഇവിടെ പറയുകയാണ്, വീഞ്ഞു കുടിച്ചും മതിക്കുന്നു. എസെക്കിയേൽ പ്രവചന പുസ്തകത്തിൽ നമ്മൾ വീണ്ടും കാണുന്നു. അതുപോലെ തന്നെ ഇനി ഇങ്ങനെ ചെയ്യുന്നവരെ കുറിച്ച് എന്ത് ചെയ്യുന്നു? ഇങ്ങനെ ജീവിക്കുന്നവരെ ന്യായീകരിക്കുന്ന പ്രവാചകന്മാരുണ്ട്, ന്യായീകരിക്കുന്ന വ്യാജ പുരോഹിതന്മാരുണ്ട്, വ്യാജ അപ്പസ്തോലന്മാരുണ്ട്. ഇങ്ങനെയുള്ള പ്രവർത്തികൾ ചെയ്യുന്നവരെ അവരെക്കുറിച്ചാണ് പറയുന്നത്. എസെക്കിയേൽ പ്രവചന പുസ്തകം 13:2, മനുഷ്യപുത്ര, ഇസ്രായേലിലെ പ്രവാചകന്മാർക്കെതിരായി നീ പ്രവചിക്കുക. എന്താണ് പ്രവചിക്കേണ്ടത്? സ്വന്തമായി പ്രവചനങ്ങൾ നടത്തുന്നവരോട് പറയുക, കർത്താവിൻ്റെ വചനം കേൾക്കുവിൻ. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ദർശനം ലഭിക്കാതെ, എവിടുന്നാ? ദൈവത്തിന് ദർശനം ലഭിക്കാതെ സ്വന്തം തോന്നലുകളെ പിന്തുടരുന്ന ഭോഷന്മാരായ പ്രവാചകന്മാർക്ക് ദുരിതം. ഒരു കാലഘട്ടത്തിൽ ശുശ്രൂഷാ മേഖലയിൽ വളരെയേറെ അതിശക്തമായി നിന്ന പലരും വീണുപോയതിൻ്റെ ഒരു കാരണം ഇതാണ്. പണത്തോടുള്ള ആർത്തി, അതുപോലെ തന്നെ മ്ലേച്ഛത, അതുപോലെ തന്നെ ലഹരി പദാർത്ഥങ്ങളുടെ പോക്ക്, അന്യായ ലാഭത്തിൽ. ചിലരൊക്കെ അവസാനം ബിസിനസ് തുടങ്ങി, പല പരിപാടികളും തുടങ്ങി. ബിസിനസ് ചെയ്യുന്നത് തെറ്റെന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. ഒരു ശുശ്രൂഷകനെ സംബന്ധിച്ചിടത്തോളം അവനെ കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം അവൻ നിറവേറ്റേണ്ടിയിരിക്കുന്നു. അവൻ പ്രവാചകനാണെങ്കിൽ പ്രവാചക ദൗത്യമാണ് അവന് പ്രധാനപ്പെട്ടത്. പുരോഹിതനാണെങ്കിൽ തൻ്റെ പൗരോഹിത്യത്തിലൂടെ കർത്താവിന് മുമ്പിൽ ബലിയർപ്പിക്കുക എന്നുള്ളതും ദൈവജനത്തിന് വേണ്ടിയിട്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക എന്നുള്ളതുമാണ് പ്രധാനപ്പെട്ടത്. ഒരു അപ്പോസ്തലനാണെങ്കിൽ അയക്കപ്പെടുന്ന വ്യക്തി സുവിശേഷം പറയുക, ലോകത്തോട് ക്രിസ്തുവിനെ വിളിച്ചു പറയുക എന്നുള്ളതാണ്. അപ്പോൾ ആ വ്യക്തിയുടെ ഈ ദൗത്യങ്ങളെല്ലാം നിറവേറ്റാൻ പോലും സമയം തികയാതിരിക്കെ മറ്റു പല ഭാവബന്ധനങ്ങൾക്കായിട്ട് ലാഭക്കൊതിയുമായിട്ട് നടക്കുന്ന മേഖലയിലാണ് വ്യാജ പ്രവാചകന്മാർ ഉണ്ടാകുന്നത്. അപ്പോൾ ഇവിടെ പറയുകയാണ്, വ്യക്തമായിട്ട് അവിടെ എഴുതി വച്ചിരിക്കുകയാണ്, കർത്താവിൻ്റെ വചനം കേൾക്കുക, ദർശനം ലഭിക്കാതെ സ്വന്തം തോന്നലുകളെ പിന്തുടരുന്ന ഭോഷന്മാരായ പ്രവാചകന്മാർക്ക് ദുരിതം. സമാധാനമില്ലാതിരിക്കെ സമാധാനം എന്ന് ഉദ്ഘോഷിച്ച് അവർ എൻ്റെ ജനത്തെ വഴിതെറ്റിച്ചു. ഇങ്ങനെ ചില ആൾക്കാരുണ്ട്. അവരെന്താണെന്ന് വെച്ചാൽ, എത്ര പാപം ചെയ്ത് ഒരു മനുഷ്യൻ പാപം ചെയ്ത് തകർന്ന തരിപ്പണമായി, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ നേരായ മാർഗത്തിലൂടെ അല്ലാതെ ജീവിച്ച് തകർന്ന തരിപ്പണമായി പ്രാർത്ഥിക്കാനായിട്ട് വരിക എന്ന് വിചാരിച്ചു. ആ വ്യക്തി പറയുകയാണ്, ഒരു കുഴപ്പവും നിങ്ങൾക്കില്ല, എല്ലാം ശരിയാവും, ഉയർച്ചയാണ് ഞാൻ കാണുന്നത്, അഭിവൃദ്ധിയാണ് ഞാൻ കാണുന്നത്. ഇതെല്ലാം ആ മനുഷ്യന് വരും എപ്പോഴാണ്? തൻ്റെ പാപങ്ങൾ ഉപേക്ഷിച്ച്, തെറ്റായ മാർഗങ്ങൾ ഉപേക്ഷിച്ച്, വിശുദ്ധ ജീവൻ നയിച്ച് യേശു ക്രിസ്തുവിനെ അടിയറച്ച് വിശ്വസിക്കുമ്പോൾ ഉയർച്ച വരും. പക്ഷേ ആ വ്യക്തിയുടെ ജീവിതത്തെ മാറ്റം വരുത്തുവാൻ ആ വ്യക്തി ഉപദേശിക്കാതെ, ആ വ്യക്തിക്ക് ദൈവ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാതെ, പിന്നെയോ ആ വ്യക്തിയെ വഴിതെറ്റിക്കുന്നു. അതാ പറഞ്ഞത്, എൻ്റെ ജനത്തെ വഴിതെറ്റിച്ചു. എൻ്റെ ജനം കോട്ട പണിതപ്പോൾ അവർ അതിന്മേൽ വെള്ളപൂശി. എന്ന് വെച്ചാൽ ഒരു മനുഷ്യൻ, ദൈവം തെറ്റിച്ച മനുഷ്യൻ തൻ്റെ തിന്മയായ വഴികൾ കൊണ്ട് സാമ്രാജ്യങ്ങൾ അപ്പോൾ നമ്മൾ ചിന്തിച്ചതാണ്, എൻ്റെ ജനം കോട്ട പണിതപ്പോൾ അവർ അതിന്മേൽ വെള്ളപൂശി. എന്ന് വെച്ചാൽ നിങ്ങളുടെ പോക്ക് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെ പോയാൽ മതി, പ്രശ്നമൊന്നും കാണിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് പലപ്പോഴായിട്ട് അവർ ചെയ്യുന്ന തെറ്റുകളെ അല്ലെങ്കിൽ അവരുടെ ആത്മാവിൻ്റെ തകർച്ചയെ ചൂണ്ടിക്കാണിക്കാതെ അവരോട് എന്തു ചെയ്യും? അവരെ സുഖിപ്പിക്കുന്ന ഒരു പരിപാടി
പലപ്പോഴായിട്ട് കാണിക്കാറുണ്ട്. അതിനാണ് ഈ വെള്ള പൂശി എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ പറയുന്നത് വെളുപ്പിക്കുക എന്ന് പറയും. കാരണം ഒരു ഒരാൾ ഒരു തെറ്റ് സംഭവിച്ചു. ആ തെറ്റാട് തന്നെ നമ്മൾ അംഗീകരിച്ചേ പറ്റുള്ളൂ. ചിലപ്പോൾ അത് അങ്ങനെയൊക്കെ വന്നതായിരിക്കും. അങ്ങനല്ല, അത് തെറ്റ് തന്നെയാണ്. വന്ന സാഹചര്യം അവിടെ നിൽക്കട്ടെ, തെറ്റ് തന്നെയാണ്. തെറ്റിനെ അത് നമുക്ക് മാറ്റാൻ പറ്റത്തില്ല. നമ്മൾ പറയത്തില്ലേ, കറുത്ത ഒരു ബോർഡിനകത്തേക്ക് വെള്ള പെയിൻ്റ് അടിക്കുന്നത് കൊണ്ട് വെളുപ്പം നമ്മൾ കാണത്തുള്ളൂ, പക്ഷെ കറുപ്പ് ഓൾറെഡി അവിടെ ഉണ്ട്. കറുപ്പ് മറയപ്പെട്ടു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. വെളുപ്പ് മാറിക്കഴിയുമ്പം അല്ലെ പൊളിഞ്ഞു പോകുമ്പം വീണ്ടും കറുപ്പ് പ്രത്യക്ഷപ്പെടും. അപ്പോൾ ആ കറുപ്പ് ഇല്ലാതെ ആ കറുപ്പ് മുഴുവൻ കളഞ്ഞിട്ട് വെളുപ്പടിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഇതങ്ങനല്ലല്ലോ. കാരണം നമ്മൾ പലതും മറച്ചു വെച്ചിട്ട് ഐശ്വര്യം പറഞ്ഞുകൊണ്ടിരിക്കുക. എത്ര ആത്മാക്കളെ നഷ്ടപ്പെട്ടു പോയത്. ഇനി എന്തുകൊണ്ട് അങ്ങനെ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെയോ ഒരു ആദായം അവരിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ചിലപ്പോൾ നമ്മുടെ പേരായിരിക്കാം, പ്രശസ്തി ആയിരിക്കാം, പദവി ആയിരിക്കാം നമ്മൾ നോക്കുന്നത്. അതാ പറഞ്ഞത്, അവർ എൻ്റെ ജനത്തെ വഴിതെറ്റിച്ചു, എൻ്റെ ജനം കോട്ട പണിതപ്പോൾ അതിന്മേൽ വെള്ള പൂശി. ജെറമ്യാ പ്രവചന പുസ്തകം 23:11 അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: പ്രവാചകനിലും പുരോഹിതനിലും മ്ലേച്ഛത നിറഞ്ഞിരിക്കുന്നു, എൻ്റെ ഭവനത്തിൽ പോലും അവർ ദുഷ്ടത പ്രവർത്തിക്കുന്നത് ഞാൻ കണ്ടിരിക്കുന്നു. എന്നുവെച്ചാൽ എന്താ അർത്ഥം? പുരോഹിതൻ നിൽക്കേണ്ട ദൈവാലയത്തിൽ പോലും, പ്രവാചകൻ നിൽക്കേണ്ട ദൈവിക സ്ഥലത്ത് പോലും എന്തു ചെയ്യുന്നു? ദുഷ്ടത പ്രവർത്തിക്കുന്ന ദൈവം കാണുകയാണ്. ദൈവഭവനത്തിനകത്ത് ദുഷ്ടത പ്രവർത്തിച്ചിരിക്കുക. വിശുദ്ധ സ്ഥലത്ത് അശുദ്ധ ലക്ഷണം വന്നു തുടങ്ങി. കർത്താവ് അരുളി ചെയ്യുന്നു, സമരിയായിലെ പ്രവാചകരുടെ ഇടയിൽ അരോചകമായ ഒരു കാര്യം ഞാൻ കണ്ടു. അവർ ബാലിൻ്റെ നാമത്തിൽ പ്രവചിച്ച് എൻ്റെ ജനമായ ഇസ്രായേലിനെ വഴിപിഴപ്പിച്ചു. ദൈവനാമത്തിൽ കടന്നു വരേണ്ട മനുഷ്യൻ ബാലിൻ്റെ നാമത്തിൽ പ്രവചിക്കുക, അന്യദേവ ആരാധന. ഇനി അതിൻ്റെ ഭയാനകമായ അവസ്ഥ എന്താ? ജെറൂസലേമിലെ പ്രവാചകരുടെ ഇടയിൽ ഭയാനകമായ ഒരു കാര്യം ഞാൻ കണ്ടു. അവർ വ്യഭിചരിക്കുകയും കാപട്യത്തിൽ മുഴുകുകയും ചെയ്യുന്നു. ആരും ദുഷ്ടത ഉപേക്ഷിക്കുകയോ തിരിക്കത്തക്ക വിധം അവർ ദുഷ്ടനെ പിന്താങ്ങുന്നു. കണ്ടോ? ദുഷ്ടത ഉപേക്ഷിക്കാതിരിക്കത്തക്ക വിധം അവർ ദുഷ്ടന്മാരെ പിന്താങ്ങുന്നു. എന്ന് വെച്ചാൽ ദുഷ്ടത ഉപേക്ഷിക്കാതിരിക്കത്തക്ക വിധം അവർ ദുഷ്ടന്മാരെ പിന്താങ്ങുകയാണ്. അപ്പോൾ ദുഷ്ടന്മാരെ പിന്താങ്ങുന്നു, വ്യഭിചരിക്കുകയും കാപട്യത്തിൽ മുഴുകുകയും ചെയ്യുന്നു. ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, കാപട ഹൃദയത്തിൽ ജ്ഞാനം പ്രവേശിക്കത്തില്ല, വ്യഭിചാരി ദൈവരാജ്യത്തിൽ പ്രവേശിക്കത്തില്ല എന്ന് പറയുമ്പോൾ സാധാരണ ഒരു വ്യക്തിയേക്കാൾ ഉപരി ഇവിടെ വ്യക്തമായിട്ട് പറയുകയാണ്, ജെറൂസലേമിലെ പ്രവാചകന്മാരുടെ ഇടയിൽ, പുരോഹിതന്മാരുടെ ഇടയിൽ ഞാനൊരു ഭയാനകമായ കാര്യം കണ്ടു. ഭയാനകമായ കാര്യം. ഇന്നത് കോമണായി. അതുകൊണ്ട് എന്ത് പറ്റി? ഒരു ഭയാനകമായിട്ടൊന്നും ആർക്കും തോന്നുന്നില്ല, ദൈവത്തിന് മാത്രമേ ഇതെല്ലാം ഭയാനകം. എന്നിട്ട് അവർ പറയുകയാണ്, അവരെ ഞാൻ കാഞ്ഞിരം തീറ്റും, അവരെ ഞാൻ വിഷം കുടിപ്പിക്കും. എന്നാൽ ജെറൂസലേമിലെ പ്രവാചകന്മാരുടെ ദേശം മുഴുവൻ അധർമ്മം പരന്നിരിക്കുന്നു. സത്യത്തിൽ ശരിയായ പ്രവാചകനിൽ നിന്ന് ലോകം മുഴുവൻ ധർമ്മം, പരിശുദ്ധി, നീതി പരക്കുന്നതിന് പകരം വ്യാജ പ്രവാചകന്മാർ കയറി ദൈവനാമത്തിൽ കയറി എന്തു ചെയ്തു? അധർമ്മം പെരുക്കിയിരിക്കുക. ഇനി 1-2 വാക്ക് ഞാൻ വേഗം വായിച്ചു പോകാം. സൈന്യങ്ങളെ കർത്താവ് അരുളി ചെയ്യുന്നു, തങ്ങളുടെ പ്രവചനം കൊണ്ട് നിങ്ങളെ വ്യാമോഹിപ്പിക്കുന്ന പ്രവാചകന്മാരെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. മറ്റൊന്ന്, അവരെ വാക്കുകൾ കർത്താവിൻ്റെ നാവിൽ നിന്നുള്ളതല്ല, തങ്ങളുടെ തന്നെ മനസ്സിൻ്റെ വിഭ്രാന്തിയാണ്. കർത്താവിൻ്റെ നാമത്തിൽ ഇവരൊക്കെ വന്നിട്ട് ചെയ്യുന്ന ഇതാ. എന്നിട്ടും അവർ പ്രവചിച്ചു. വീണ്ടും പറയുകയാണ്, സ്വന്തം തോന്നലുകളെ പ്രവചനങ്ങളായി അവതരിപ്പിക്കുന്ന ഈ പ്രവാചകന്മാർ തങ്ങളുടെ ഹൃദയത്തിൽ എത്ര നാൾ വ്യാജം കൊണ്ട് നടക്കും. മറ്റൊന്ന് പറയുകയാണ്, അതിനാൽ അയൽക്കാരിൽ നിന്ന് എൻ്റെ വചനങ്ങൾ മോഷ്ടിക്കുന്ന പ്രവാചകന്മാർക്ക് ഞാൻ എതിരാണ്. അതാ ഞാൻ കഴിഞ്ഞൊരു സന്ദേശത്തിൽ പറഞ്ഞു, വചനം മോഷ്ടിക്കുന്ന പ്രവാചകന്മാർ. അതെങ്ങനെ വരുന്നതെന്നറിയാമോ? ഈ പ്രവാചകൻ്റെ ദൗത്യം കർത്താവുമായിട്ട് സംസാരിച്ച്
കർത്താവിൻ്റെ അരുളപ്പാട് പറയുക എന്നുള്ളതാണ്. പക്ഷെ ഇവർ ഈ വ്യഭിചാരം ചെയ്യാനും അന്യായ ലാഭം ഉണ്ടാക്കാനും ആർത്തി പിടിച്ചും ഇങ്ങനെ നടക്കുമ്പം എന്തുപറ്റി? ഇവർ ഈ വെള്ളപൂശിയൊക്കെ നടക്കുന്നു, ഒരുപാട് മ്ലേച്ഛതയിൽ ജീവിക്കുന്നു, ലഹരി പദാർത്ഥങ്ങൾ പിന്നാലെ പോകുന്നതുകൊണ്ട് വചനം വായിക്കാൻ, വചനം ധ്യാനിക്കാൻ, വചനം എടുത്തു വെച്ച് ഒരുങ്ങാനൊന്നും ഇവർക്ക് നേരം കിട്ടുന്നില്ല. ഇവർ ചെയ്യുന്ന പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെയുള്ളവർ നേരെ ഏതെങ്കിലും ശുശ്രൂഷകളിൽ യൂട്യൂബിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ മറ്റ് സോഷ്യൽ മീഡിയയിലൊക്കെ ഉള്ള ശുശ്രൂഷകൾ അവർ കേൾക്കും. എന്നാൽ അത് കേട്ടാൽ മാനസാന്തരപ്പെടുന്നതാണ്. പക്ഷെ അവരെന്തിനാണെന്നറിയാം കേൾക്കുന്നത്? ഏതെങ്കിലും ഒരു സ്ഥലത്ത് പ്രസംഗം കാണും, ശുശ്രൂഷ കാണും, അതിനുവേണ്ടി കുറച്ച് വചനം ഒപ്പിക്കണം, ബൈബിൾ ഉറക്കത്തില്ല. എന്നിട്ട് ഇത് കേട്ടിട്ട് കഷ്ടപ്പെട്ട് ഇരുന്ന് നോട്ട് തയ്യാറാക്കി വചനപ്രഘോഷം നടത്തി വരെ നോട്ട് എടുത്ത് വെച്ചിട്ട് എന്തു ചെയ്യും? വചനമോഷണമാണ് നടത്തുന്നത്. വചനം മോഷ്ടിച്ച് അവർ കർത്താവിൻ്റെ അരുളപ്പാടാണെന്നും പറഞ്ഞ് പ്രസംഗിക്കുക മാത്രം ചെയ്യും. അതരം കൊണ്ട് മാത്രമുള്ള പരിപാടിയേ ഉള്ളൂ. ജീവിതം വഴിതെറ്റി കിടക്കുക. അങ്ങനെയുള്ളവരെക്കുറിച്ച് പറയുകയാണ്, എൻ്റെ വചനങ്ങൾ മോഷ്ടിക്കുന്ന പ്രവാചകന്മാർക്ക് ഞാൻ എതിരാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങളുടെ സ്വയം വിശുദ്ധീകരണത്തിനും നിങ്ങൾ ഈ വചനങ്ങൾ പങ്കുവെച്ചു കൊടുക്കുന്നത് യാതൊരു തെറ്റുമില്ല. ഞങ്ങളുടെ ആരുടെയും വചനങ്ങളല്ല, ഇതെല്ലാം കർത്താവ് അരുളി ചെയ്തതാണ്, ബൈബിളുള്ള കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ ലക്ഷ്യം തെറ്റിപ്പോയാൽ നിങ്ങൾ അപകടത്തിൽ പോയി വീഴും. എന്നിട്ട് പറയുകയാണ്, നുണകൾ പറഞ്ഞും വീമ്പടിച്ചും അവർ എൻ്റെ ജനത്തെ വഴിതെറ്റിക്കുന്നു. ഇവരിങ്ങനെ നുണ പറയും, ഇവരെക്കുറിച്ച് തന്നെ നുണ പറയും, വീമ്പടിച്ച് അവരെന്ത് ചെയ്യും? വഴിതെറ്റിക്കും, നിരവധി പേരെ വഴിതെറ്റിക്കും. അപ്പോൾ അതുകൊണ്ട് വ്യാജ പ്രവാചകൻ്റെയും വ്യാജ പുരോഹിതൻ്റെയും സ്വഭാവ രീതികളെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചത്. ആ മേഖലയിൽ നമ്മളൊന്ന് മനസ്സിലാക്കുക, മുന്നോട്ട് പോവുക, തിരിച്ചു വരാനായിട്ട് തീരുമാനമെടുക്കുക. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. പ്രിയമുള്ളവരെ, നിങ്ങൾ ഈ വചനങ്ങളെല്ലാം ബൈബിളിൽ നിന്ന് എടുത്ത് വെച്ച് വായിക്കണം, ധ്യാനിക്കണം, ഇങ്ങനെയൊക്കെ സത്യങ്ങളുണ്ടെന്ന് പറയണം. കർത്താവെ, അതിനുവേണ്ടി ഞങ്ങളെ ഒരുക്കണമേ. ഞങ്ങളും അങ്ങയുടെ സുവിശേഷം പറയുന്നവരാകണം, അങ്ങയെക്കുറിച്ച് വെളിപ്പെടുത്തി കൊടുക്കുന്നവരാകണം. സ്വർഗീയ അപ്പ, അങ്ങയുടെ സ്നേഹത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. അങ്ങയെക്കുറിച്ച് ലോകം മുഴുവൻ്റെയും അതിർത്തികൾ വരെയും ഭൂമിയുടെ അതിർത്തികൾ വരെയും പ്രഘോഷിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. ശരിയായ പ്രവാചകനെയും വ്യാജ പ്രവാചകനെയും, ശരിയായ പുരോഹിതനെയും വ്യാജ പുരോഹിതന്മാരെയും, ശരിയായ അപ്പസ്തോലന്മാരെയും വ്യാജ അപ്പസ്തോലന്മാരെയും തിരിച്ചറിയുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവായ യേശുവെ, ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നിരിക്കുന്ന ശരിയും തെറ്റും മനസ്സിലാക്കാൻ പറ്റാതിരിക്കുന്ന അവസ്ഥകൾക്ക് കാരണമായ എല്ലാ മേഖലകളിൽ സമർപ്പിക്കുന്നു. ഞങ്ങളുള്ള എല്ലാ തെറ്റുകളെ ഓർത്ത് മാപ്പ് ചോദിക്കുന്നു. കരുണ കാണിക്കണമേ. ഏതെങ്കിലും ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിൽ വചനത്തിൽ പറഞ്ഞതുപോലെ ആർത്തി പൂണ്ട് ലാഭത്തിനു വേണ്ടി ശുശ്രൂഷകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, ആർത്തി പൂണ്ട് പണത്തോളം താല്പര്യപ്രകാരം മുഖസ്തുതികൾ പറഞ്ഞും വീമ്പടിച്ചും നുണ പറഞ്ഞുമൊക്കെ വഴിതെറ്റിച്ചിട്ടുണ്ടെങ്കിൽ, ലഹരി പദാർത്ഥങ്ങളുടെ പുറകെ പോയിട്ടുണ്ടെങ്കിൽ, വ്യഭിചാരത്തിലോ കാപട്യത്തിലോ മുഴുകിയിട്ടുണ്ടെങ്കിൽ, അതിനെ ഓർത്ത് അനുതപിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. കർത്താവെ, തിരുരക്തം കൊണ്ട് ഞങ്ങളെ കഴുകണമേ. ഈശോയെ, അങ്ങയുടെ ഓരോ തുള്ളി ചോര കൊണ്ടും ഞങ്ങളുള്ള ആന്തരിക മനുഷ്യനെയും ഭാഗ്യമനുഷ്യനെയും കഴുകി വിശുദ്ധീകരിക്കണമേ. പരിശുദ്ധാത്മാവെ, ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ, ബലപ്പെടുത്തണമേ. പരിശുദ്ധാത്മാവെ, പാപബോധവും പശ്ചാത്താപവും ഞങ്ങൾക്ക് നൽകണമേ, അനുതാപം നൽകണമേ. പരിശുദ്ധ അമ്മേ, വചനത്തിൻ്റെ ആഴങ്ങളിലൂടെ മുന്നോട്ട് പോകാൻ തക്കവിധം ഞങ്ങളെ സഹായിക്കണമേ. മിഖായേൽ, ഗബ്രിയേൽ, റഫേൽ ദൂതന്മാരെ ഞങ്ങളെ സഹായിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവർ, ഈ സന്ദേശം കേട്ടതിന് നന്ദി. നിരവധി പേർക്ക് ഇത് പങ്കുവെച്ചു കൊടുക്കുക. ഈ കാലഘട്ടത്തിൻ്റെ അവസ്ഥകൾ തിരിച്ചറിയട്ടെ. അന്ത്യകാലത്ത് കർത്താവിൻ്റെ ഹിതപ്രകാരം ജീവിക്കാൻ അവർ ഒരുങ്ങട്ടെ. കർത്താവ് നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെ എല്ലാം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു.